MLA സ്ഥാനം മോഹിച്ചവർക്ക് അത് നഷ്ടമായതിനെ തുടർന്ന് ഇനി അവർ പ്രതീക്ഷിക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പദവികളാണ്. ഇതിനുള്ള ചർച്ച കോൺഗ്രസിൽ തുടങ്ങിയിട്ടില്ല. കോൺഗ്രസിൽ മാത്രമല്ല, UDFിലെ ഒട്ടുമിക്ക ഘടകകക്ഷികളും ഈ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരിൽ പലരും ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ വീട്ടിലും ഒപ്പം മുഖ്യമന്ത്രിയുടെ പിന്നാലെയുമൊക്കെ കൂടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പദവിയെങ്കിലും കിട്ടിയാൽ ഒന്ന് നന്നായി ഭരിക്കാം എന്നാണ് അവരുടെ മോഹം. കാരണം ബോർഡ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ അവസാനിക്കുന്നില്ല. കാരണം 5 വർഷം സുഖമായി അവിടെ ഭരിക്കാൻ കഴിയും, സുഖമായി അവിടെ തങ്ങാൻ കഴിയും, വാഹനമുണ്ട്, ഒപ്പം ഓണറേറിയം ലഭിക്കും, അങ്ങനെ പലതും ലഭിക്കും. അതുകൊണ്ട് തന്നെ ബോർഡ് കോർപ്പറേഷനിലെ അധ്യക്ഷ പദവികൾക്ക് വലിയ തരത്തിലുള്ള ചർച്ചകളും ഒപ്പം തന്നെ തള്ളുമാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം മോഹിച്ചവർ ഇപ്പോൾ അധികം ആളുകളും ഈ പദവികൾക്ക് പിന്നാലെയാണ്. അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ആരെയൊക്കെ ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും ചർച്ചകൾ അങ്ങനെ നീണ്ടുപോകും. വളരെ വേഗത്തിൽ ഈ തീരുമാനങ്ങളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഘടകകക്ഷികളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് വിവിധ ബോർഡുകളും കോർപ്പറേഷനുകളും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ലഭിച്ചിരുന്ന ബോർഡ് കോർപ്പറേഷനുകൾ അതേപടി വേണമെന്നാണ് ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ 1-2 അധികം കിട്ടിയാലും പ്രശ്നമില്ല. മാത്രവുമല്ല, ഭരണപരിഷ്കാര കമ്മീഷൻ, ചീഫ് വിപ്പ് ഇങ്ങനെ തുടങ്ങിയ പദവികളും ഇപ്പോഴുണ്ട്. ഇതിനും ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വലിയ തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഘടകകക്ഷികൾ നേരത്തെ തന്നെ അവർക്ക് ആവശ്യമായ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ പട്ടികകൾ നൽകി കഴിഞ്ഞു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ AICC ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കുകയുമില്ല. ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് UDF കൺവീനറും KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും ചേർന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ബോർഡ് കോർപ്പറേഷൻ പദവികൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രവുമല്ല, സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ മിൽമയുമായി ബന്ധപ്പെട്ട് ചില പിരിച്ചുവിടലുകൾ നടന്നിട്ടുണ്ട്. അവിടേക്കും ആവശ്യക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാന കാര്യം, ഈ ബോർഡ് കോർപ്പറേഷൻ പദവികളുമായി ബന്ധപ്പെട്ട് ചുമതലയേൽക്കുന്നവർ പലപ്പോഴും വിവാദങ്ങളിൽ ചെന്നുപെടുന്നത് കോൺഗ്രസ്സിന് പല പ്രാവശ്യവും തലവേദനയായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നന്നായി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഈ പദവികളൊക്കെ തൽക്കാലം പങ്കുവയ്ക്കുക. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംബന്ധിച്ച ഒരു കാര്യങ്ങളും പറയുന്നില്ല. എങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ ബയോഡാറ്റകളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിരിക്കുന്നു. ചില ആളുകൾ ബയോഡാറ്റകളുമായി KPCC ആസ്ഥാനത്ത് കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ബോർഡ് കോർപ്പറേഷൻ പദവികളിൽ ആളുകളെ നിയമിക്കണം എന്ന ആവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. കാരണം ഈ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും പ്രവർത്തനം ഇപ്പോൾ മന്ദഗതിയിലാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ട ചെയർമാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അധ്യക്ഷന്മാരില്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ക്ഷേമനിധി ബോർഡുകളുടെ കാര്യത്തിൽ. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന UDF യോഗം എല്ലാ അർത്ഥത്തിലും ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ ആവശ്യങ്ങൾ, അതായത് വിവിധ കോർപ്പറേഷനുകളിലെ അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള പട്ടിക അവർ മേശപ്പുറത്ത് വയ്ക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം മന്ത്രിസ്ഥാനം കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതിനും അപ്പുറത്തേക്ക് മന്ത്രിസ്ഥാനം കിട്ടിയെങ്കിലും അവർ നേരത്തെ മത്സരിച്ച് വിജയിക്കാൻ കഴിയാതെ പോയ ചില ആളുകൾക്ക് വേണ്ടി ഉറപ്പു നൽകിയ ചില പദവികളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇത്തവണ ചർച്ചയാകപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷന്മാരെ നിയമിച്ചതിൽ കോൺഗ്രസിന് പലപ്പോഴും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ശരികേടുകൾ കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കിയിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ എടുത്തു ചാടിയുള്ള ഒരു നിയമനത്തിലേക്ക്
മുഖ്യമന്ത്രി പോകാൻ സാധ്യത കുറവാണ്. കാരണം പല മന്ത്രിമാർക്കും ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ പോലും ആകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് 30 പേരെ വരെ ഒരു മന്ത്രിക്ക് അവരുടെ ഓഫീസിൽ നിയമിക്കാൻ കഴിയും. എന്നാൽ നിലവിൽ ഇപ്പോൾ അത് 25 നിജപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല. മാത്രവുമല്ല, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യവുമില്ല. ഭരണം കൃത്യമായി പോകണം എന്നുണ്ടെങ്കിൽ ആളുകൾ കുറച്ചു മതി, പക്ഷേ കർമ്മശേഷിയുള്ളവരായിരിക്കണം എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ലംഘിച്ചുകൊണ്ട് ആരും കൂടുതൽ ആളുകളെ നിയമിക്കാൻ തയ്യാറാകുന്നതുമില്ല. അതുതന്നെയായിരിക്കും ബോർഡ് കോർപ്പറേഷൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി കൃത്യമായും ഇടപെടും. കാരണം അദ്ദേഹത്തിന് ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബോർഡ് കോർപ്പറേഷനിലെ അധ്യക്ഷന്മാരെ നിയമിച്ച് അതുവഴി കിട്ടുന്ന ഒരു ചീത്തപ്പേര് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറാവുകയുമില്ല. എന്നിരുന്നാൽ തന്നെയും കോൺഗ്രസിനകത്തുള്ള ചേരിപ്പോരുകൾ, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പുകൾ, അവരെ ആദ്യം ഈ പദവികൾ പങ്കുവെച്ച് തൃപ്തരാക്കുകയാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ വിഷയം. ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമാകുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നുമുണ്ട്.